കൃഷ്ണാസ് ആരെ ഫോൺ വിളിക്കാം? കൃഷ്ണമാറിന് ഫോൺ ചെയ്ത് പറയും. എന്താ വെച്ചേക്ക്? ആരെ വിളിക്കണ വെച്ചേക്ക്? ആ ലേഡീസിനെ വിളിച്ചിട്ട് ഇതേ മുന്നേ കൂടിയതല്ലോ അതിന് രേഖ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമം ഒരു രേഖ നടക്കൂല. ആ പറഞ്ഞ പരിപാടി നടക്കൂല. എംഎസ്എഫിന് വേണ്ടിട്ടുണ്ട, അതിന് നവാസാണുണ്ട്, അല്ലാത്ത വേണ്ടിട്ട് നിൽക്കണ്ട. എല്ലാ 3 ദിവസം കണ്ടുകൊടുക്കണം. ഒരു മര്യാദ ഉണ്ട് ഇതൊക്കെ. പ്രസിഡന്റ് നവാസാറുണ്ട്, സാറല്ല രജിസ്ട്രാർ. ആരുമില്ല 2 ഘട്ടം എണ്ണിയപ്പോ ആ ലേഡീസിനൊക്കെ അവർ പറഞ്ഞു കിട്ടും. ഏറ്റവും മാന്യമായിട്ട് നമ്മൾ എനിക്ക് എന്റെ കാൻഡിഡേറ്റിന്റെ വോട്ട് എത്രയാണ് വന്നത് ആദ്യഘട്ടത്തിൽ എണ്ണിയതാണ്. അതിന്റെ ടാബ്ലേഷൻ ഞാൻ ചോദിച്ചത്. അതൊക്കെ പ്രൊസീജിയർ റിട്ടേണിംഗ് ഓഫീസർ തരട്ടെ. ആദ്യഘട്ടത്തിൽ അതേ നിങ്ങൾ പിടിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ തരട്ടെ. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഓട്ടലിൽ നിർത്താൻ വേണ്ടി എണ്ണി തുടങ്ങി പൂർത്തിരിക്കണ്ടേ? വെറുതെ വരില്ല. ആ എണ്ണി തുടങ്ങി 4 ഘട്ടം എണ്ണി കഴിഞ്ഞാൽ അമ്മസപ്പുകാരെ മതി എന്ന് പറയുമ്പോ ആ മതി എന്ന് പറഞ്ഞ് വെട്ടി മടക്കി തീരെ വെക്കാൻ വേണ്ടി പോവാ. അത് എവിടുത്തെ രീതി, എവിടുത്തെ മര്യാദ? കള്ളരേഖ ഉണ്ടാക്കുക എല്ലാരും വട്ടം കൂടി രേഖ ഉണ്ടാക്കുന്ന കാൻഡിഡേറ്റിന്റെ വോട്ട് എത്രയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എണ്ണീറ്റില്ലല്ലോ. സെക്കൻഡ് റൗണ്ട് എഴുതിയിട്ടില്ലേ? വ്യവസ്ഥയൊന്നുമില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു വ്യവസ്ഥ രേഖ ഇവിടെ അങ്ങനെ ഒരു ഫസ്റ്റ് കൗണ്ട് നടന്നെങ്കിൽ അതിന്റെ രേഖ ഇവിടെ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് പിന്നെന്ത് ചെയ്യാം, അത് കൊടുക്കാം. ബാക്കിയുള്ളതിനൊക്കെ ചെയ്യാം. ഇതിന് പറ്റില്ല. അത് എസ് എഫ് ഐക്കാർ തോൽക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി കച്ചവടം നടത്തില്ല. ഫസ്റ്റ് റൗണ്ട് ചെയ്തതിന്റെ ലിസ്റ്റാണ് ചോദിച്ചത്. ആ ലിസ്റ്റ് ഞങ്ങൾക്ക് തരുന്നത്. അതിന് അങ്ങനെ റൗണ്ട് നടന്നില്ലല്ലോ. ആ റൗണ്ട് നടന്നില്ല. രേഖ ഇവിടെ ചോറ് ഇന്നാണെങ്കിൽ രേഖ ഉണ്ടാക്കട്ടെ. അപ്പൊ പറയണ്ടേ, ഒപ്പിടണ്ടേ, ഇതൊക്കെ ചെയ്യണ്ടേ? ഇതൊക്കെ ഇപ്പൊ വലിയ കയറി വന്നിട്ട് ഇത്ര നേരം ഉണ്ടാകുന്ന ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് കയറി വന്ന് അങ്ങ് ഏജന്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചാ